ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു ഇവാൻ ആദം വ്ളോഗ്സ്. ഇപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ടൈം നടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയതുകൊണ്ട് എൻ്റെ ഷോപ്പിംഗ് വീഡിയോസ് ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നത്. കാരണം ഞാൻ ഷോപ്പിംഗ് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകുന്നത് എനിക്ക് ഭയങ്കര പാടാണ്. എപ്പോഴും ഞാൻ ഒരാളെ എപ്പോഴും കൂടെ കൂട്ടാറുണ്ട്. എനിക്കൊരു ഒപ്പീനിയൻ പറയാൻ എന്തിനെങ്കിലും. യൂഷ്വലി എൻ്റെ അനിയത്തി അമ്മൂനെയും കൊണ്ടാണ് പോകാറ്. അമ്മ ഇപ്പോൾ നാട്ടിലില്ല, പുറത്തോട്ട് പോയി. അപ്പം അവളെ ഞാൻ വീഡിയോ കോൾ വിളിച്ചിട്ടാണ് ഫുൾ ക്ലോത്ത്സൊക്കെ എടുത്തത്. അവളെ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്, കാരണം അവരുടെ ടൈമൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവൾ എണീക്കുന്ന ടൈം നോക്കിയാണ് ഞാൻ ഷോപ്പിൽ പോയത്. ഓരോ ഇങ്ങനെ ഒരു കടയിൽ നിന്ന് എടുക്കുന്ന ആളും അല്ല കേട്ടോ, അവിടെ കിട്ടുമോ അതാ ഇതിനെക്കാളും നല്ലത് അപ്പുറത്തായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. ചിലർക്ക് ചെല്ലുന്ന കടയിൽ നിന്ന് ഫസ്റ്റ് ക്ലോത്ത് എടുക്കണം എന്നാണ്. പക്ഷെ ഞാൻ കുറേ സമയം കളയും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. നോക്കി 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 പതുക്കെ എടുക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞല്ലോ, അമ്മൂനെ വിളിച്ചിട്ട് വീഡിയോ കോൾ കാണിച്ച് ഇത് ചേരുമോ അത് ചേരുമോ എന്നൊക്കെ നോക്കിയാണ് എടുത്തത്. കല്യാണും ജയലക്ഷ്മിയുമായിട്ടാണ് എൻ്റെ ഇവയുടെ കൂടെ ക്ലോത്ത് എടുത്തിട്ട് നമുക്ക് തയ്ക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്തിട്ട് കാണിച്ചു തരാം. സോ ദിസ് ഇസ് ദ ക്ലോത്ത്. ഇത് അവൾക്ക് ഞാനൊരു ഹോൾട്ടർ ടോപ്പും ഒരു പാവാടയും കൂടെ തയ്ക്കാനാണ് വിചാരിക്കുന്നത്. ഇതാ ഈ ഒരു ഡിസൈൻ. ഇത് നമ്മുടെ നൈറ്റ് ഫങ്ഷനാണ്, ഈവനിങ് ആണ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ നൈറ്റിലേക്ക് ഇത് നല്ലൊരു ഭംഗി ഉണ്ടാകുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിന് ഞാൻ ബോട്ടത്തിലേക്ക് ഇതാ ഒരു ക്രിസ്പി ജോർജറ്റ് ആ മെറ്റീരിയലിൽ പാവാട തയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് നല്ല പറന്ന് നിൽക്കുന്ന നല്ല ഡോൾ ലുക്ക് കിട്ടുന്ന ഒരു ഇതാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ ഇതെല്ലാം അമ്മുവായിട്ടൊക്കെ കൺസൾട്ട് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. കാരണം ഒരു ഫങ്ഷൻ വരുന്നു എന്ന് അറിയുമ്പോൾ തന്നെ ഞങ്ങൾ പാറ്റേൺ തപ്പി തുടങ്ങും. പിന്നെ അതിൻ്റെ ഒരു ഇതായിരിക്കും ഫുള്ള്. അങ്ങനെ ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. എപ്പോഴും നെറ്റിൻ്റെ ക്ലോത്ത്സാണ് എടുക്കാറ്. ഫങ്ഷനൊക്കെ വരുമ്പോൾ നെറ്റിൻ്റെ തുണിയാണ് അധികം അവൾക്കുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അധികം ഒഴിവാക്കി ഇത് എടുത്തിട്ടുണ്ട്. എൻ്റെ കാര്യത്തിൽ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു പൗഡർ ബ്ലൂ ഇത് വരുന്നതാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടോപ്പ് ഒരു സ്ഥലത്തു നിന്ന് ബാക്കി അതിൻ്റെ സെറ്റിങ്സ് വേറെ സ്ഥലത്തു നിന്നൊക്കെയാണ് എടുത്തത്. ഇതൊരു റെയർ കളർ ആയതുകൊണ്ട് ഇതിൻ്റെ എക്സാക്റ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. എനിക്ക് ഉദ്ദേശിക്കുന്ന ഒരു ക്രോപ്പ് ടോപ്പും പാവാടയും ഷ്രഗും കൂടെ വരുന്ന രീതിയിൽ തയ്പ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിൻ്റെ എക്സാക്റ്റ് ക്ലോത്ത് എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് സാറ്റിനിലാണ് ഇതിൻ്റെ ഇത് വന്നത്. ഓൾമോസ്റ്റ് സെയിം ആണ്, ബട്ട് ഞാനൊരു ജോർജറ്റാണ് എക്സ്പെക്റ്റ് ചെയ്തത്. അതെനിക്ക് കിട്ടിയിട്ടില്ല. നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പറ്റുമെങ്കിൽ, അതായത് എൻ്റെ സ്ട്രഗിൻ്റെ ക്ലോത്ത് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്ന് ഞാൻ ഒന്നും കൂടെ ഇറങ്ങുന്നുണ്ട്. കിട്ടിയില്ലെങ്കിൽ സ്ട്രഗില്ലാതെ ടോപ്പും പാവാടയായിട്ട് ഇടാനാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുകയാണ്. ഇട്ടിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കി വീഡിയോ കാണിക്കാം. ബൈ. എനിക്കിത് ഈ മോഡലിലാണ് തയ്ക്കേണ്ടത്. അപ്പം ഞാൻ അതുകൊണ്ട് എനിക്കത് നിർബന്ധമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ ജോർജറ്റിൻ്റെ പ്ലെയിൻ ക്ലോത്ത് വാങ്ങിച്ചു. എനിക്ക് ഈ എക്സാക്ട് കളറിൽ കിട്ടിയില്ല. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഡയബിളായിട്ടുള്ള ഒരു ജോർജറ്റ് പ്ലെയിൻ ക്ലോത്ത് വാങ്ങിയിട്ട് ഈ കളറിലേക്ക് ഡൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളറിൽ നിങ്ങൾക്ക് എക്സാക്റ്റ് ആ ക്ലോത്ത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ക്ലോത്ത് വാങ്ങിയിട്ട് ഡൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വാങ്ങിക്കുന്ന ക്ലോത്ത് ഡയബിൾ തന്നെയാണോ എന്നൊന്ന് ഉറപ്പാക്കുക. അതല്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ച് പിന്നെ അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ ഉള്ളത്. പക്ഷേ എനിക്കിതിനെക്കാട്ടിലും എല്ലാം വലിയ അബദ്ധം പറ്റി. തുണി എല്ലാം സെറ്റായി, എല്ലാ വേണ്ട കാര്യങ്ങളുമായിട്ടുണ്ട്. പക്ഷേ എനിക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ കൊടുത്ത മോഡലിലേക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ക്ലോത്തിന് വീതിയില്ല. ആ ഒരു പാവാട മോഡലാണല്ലോ, അതിന് വീതിയില്ല. സോ ഞാൻ കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് ആണ്. ഇനി ഏതെങ്കിലും ഒരു മോഡൽ ഞാൻ തയ്ച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിന് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിതാ ഇങ്ങനെയൊരു ഫ്രോക്കാക്കുകയാണ് ഇത് ചെയ്തത്. ഇങ്ങനെ ഒരു ക്രോപ്പ് ടോപ്പിൽ ഇത്രയും വരുന്ന ഒരിതും, ബാക്കി നമ്മളൊരു ഹൈ ലോ ആയിട്ടുള്ള ഒരു ഫ്രോക്ക്. ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഒന്നുമില്ല. അതൊരു ഫുൾ സ്ലീവ്സ് കൊടുത്തിട്ടുണ്ട്. ഈ സെയിം ആ ക്ലോത്ത് വെച്ചിട്ട് ഇത് തയ്ക്കുമ്പോൾ ചേച്ചി പറഞ്ഞു നല്ല ബുദ്ധിമുട്ടായിരുന്നു തയ്ക്കാൻ. കാരണം ഈ കല്ലൊക്കെ തല്ലി പൊട്ടിച്ചിട്ടാണ് ചെയ്തത്. അത് തല്ലി പൊട്ടിക്കുമ്പോൾ തന്നെ എൻ്റെ പാറ്റേൺ പോകാതിരിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെയാണ്. ഞാനിത് പറ്റുമെങ്കിൽ ഇട്ടിട്ടൊരു ഫോട്ടോയും കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതെടുത്തൊന്ന് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. പിന്നെ എനിക്കിതിൽ ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നത് ഇത് ക്ലോത്ത് എടുത്ത് ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്കറിയുന്ന സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് അവർ തന്നെ വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച്
ഗ്യാപ്പ് ഉണ്ട്. അതായത് കണ്ടോ, ഇവിടെയൊക്കെ നല്ല ഗ്യാപ്പാണ്. അപ്പം ഇതിങ്ങനെ ത്രൂ ഔട്ട് ഈ ടോപ്പിൽ വന്നപ്പോൾ ഇതിനൊരു എടുപ്പില്ലാത്ത മാതിരി എനിക്ക് തോന്നി. അപ്പം നിങ്ങളെപ്പോഴും നിങ്ങളൊക്കെ വല്ല പാർട്ടിക്കോ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ഗ്യാപ്പുള്ള ഇത് വരുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ അടുത്തടുത്ത് വർക്കോ പ്രിൻറ്റോ വരുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു. സോ ദിസ് ഇസ് മൈ ഡ്രസ്. എടുത്ത് പറയാനൊന്നുമില്ല, വീണുടഞ്ഞ് വിഗ്രഹം പോലെ ഇരിക്കുകയാണ് മനസ്സ്. സോ ഞാൻ ഇവയുടെ കാണിച്ചു തരാം. പക്ഷെ ഇവയുടെ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇവയുടെ പൊളിയാണ്. ഇതാണ് ഇവക്കുട്ടിയുടെ ഡ്രസ്സ്. ഫ്രണ്ടിലും ഇതാ ഇങ്ങനെ, പിന്നെ ബാക്കിൽ ഇതാ ഇതുപോലൊരു ബട്ടർഫ്ലൈ പോലെ നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ട് 2 നീണ്ട വാലും ഇതും ഇതൊക്കെ. പിന്നെ അവൾ കുഞ്ഞാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് തയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഫുൾ സ്ലീവ്സ് ആണ്. നോർമലി നമ്മളെ കുട്ടികൾക്ക് അങ്ങനെ ഫുൾ സ്ലീവ്സ് വളരെ അപൂർവമാണ്. അത് കാരണം അവർക്ക് ചൂടെടുക്കാം, അവർ ഇടാൻ ഇറിറ്റേറ്റഡ് ആയിരിക്കും, അവർ സമ്മതിക്കത്തില്ലായിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് വരുന്നത് കാരണം അകത്തും കൂടെ സ്ലീവ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നൈറ്റ് ഫങ്ഷൻ ആയതുകൊണ്ടും ഹോള് AC ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് ചൂട് അത്ര വലിയ ഇഷ്യൂ ആയിരുന്നില്ല. അതുകൊണ്ടും കൂടിയിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെ തന്നെ മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതൊരു കാണാമല്ലോ അല്ലേ നിങ്ങൾക്ക്, ഇതുപോലെ ഇങ്ങനെ ഒരു ഹൈലോ പാറ്റേൺ വന്നിട്ട് അതിലേക്ക് കുറേ ടാസൽസ് കൊടുത്തേക്കുവാണ്. ഇവയുടെ ഡ്രസ്സിൽ കണ്ടോ, ഈ പ്രിൻ്റ് അല്ല, ഈ വർക്ക് അടുത്തടുത്താണ്. എൻ്റെ പോലെ അത്ര ഗ്യാപ്പല്ല, ത്രൂ ഔട്ട് സെയിം ഡിസൈൻ ആണെങ്കിലും ഇത് അടുപ്പിച്ച് വന്നതുകൊണ്ട് ഇതിന് കുറച്ചും കൂടെ ഒരു എടുപ്പുണ്ട്, കുറച്ചും കൂടെ ഒരു ഭംഗിയുണ്ട്. ഇതിനെ നമ്മൾ കൂടെ ചെയ്തത് ഈ ഫ്രോക്കാണ്. നല്ല പ്ലീറ്റ് ഇട്ടിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് നല്ല അടുപ്പിച്ച് പ്ലീറ്റ് ഇട്ടിട്ട് നല്ല രസമായിട്ട് നല്ല പറന്ന് നിൽക്കുന്ന ഒരു ഫ്രോക്ക്. ഇതിൻ്റെ കൂട്ടത്തിൽ അവൾക്കൊരു ബെൽറ്റും കൂടെ ചെയ്തിട്ടുണ്ട്. സെയിം ടാസൽസ് ഒക്കെ കൊടുത്തിട്ട് ഇത് ആക്ച്വലി ഇത് അവൾക്ക് ഇത്തിരി ലൂസായിട്ട് ഇത് ഇടുമ്പം നെട്ട് നോക്കിയപ്പം വയറിൻ്റെ താഴേക്കാണ് പോകുന്നത്. ആക്ച്വലി ഇത് ഇങ്ങനെയല്ല, ഇത് കുറച്ചും കൂടെ മേളിലാണ് നിൽക്കുക. അതായത് നമ്മുടെ ഇവിടെ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മുടെ ഈ ഡ്രസ്സിന്, അപ്പം ഇങ്ങനെയാണിത് നിൽക്കുക. ഇതിൻ്റെ താഴെയായിട്ട് പാവാട വരും. അപ്പോൾ ഈ ചെറിയൊരു ഇത്രയും വയർ കാണുമ്പോൾ എൻ്റെ ഒരു ഭംഗിയുള്ളൂ. പക്ഷെ ഇവയ്ക്ക് ഇത് ഇട്ടിട്ടിട്ട് ഇതിങ്ങനെ താഴേക്ക് ഊർന്നു പോകുന്നുണ്ടായിരുന്നു. അത് കാരണം ഇവേനെയാണെങ്കിലും എന്നെയാണെങ്കിലും കാണാതെയാണ് ചേച്ചി സ്റ്റിച്ച് ചെയ്തത്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പുള്ളിക്കാരത്തിയാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വന്നത്. അപ്പം എന്നെ കാണാതെയും മോളെ കാണാതെയും സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇത്രയും പെർഫെക്ഷൻ ഇത് വന്നേക്കുന്നത് കേട്ടോ. ഇത് അത്രയും സൂപ്പറാണ്. അപ്പോൾ പറ്റുമെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ ഫോട്ടോസും കൂടെ ആഡ് ചെയ്യാം, ഞങ്ങൾ രണ്ടുപേരും ഇത് വിയർ ചെയ്തിട്ടുള്ള. അപ്പം ഇത്രയാണ് നമ്മുടെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സ്. നിങ്ങൾക്കിത് ഇഷ്ടമായി എന്താണെന്ന് പറയണം. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ തരണം. കാരണം ഇനി നമുക്ക് ഇതിനെക്കാട്ടും വലിയ വെഡ്ഡിങ് വന്നിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ പറ്റിയ അബദ്ധങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വേണം നമുക്ക് വെഡ്ഡിങ് ഡ്രസ്സിനെ ഡിസൈൻ ചെയ്യാൻ. അധികം സമയമില്ല, ഇനി അതൊരു 2-3 മാസത്തിൽ കല്യാണമുണ്ട്. സോ നമുക്കിനി നമ്മുടെ എൻഗേജ്മെൻറ്റ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വെഡ്ഡിങ് സീരീസ് തുടങ്ങും. വേറെ എന്താണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് എൻഗേജ്മെൻറ്റ് വീഡിയോ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതും നമുക്ക് കാണാം. ചെക്കനെയും പെണ്ണിനെയും നമ്മൾ ഈ ഡ്രസ്സ് എല്ലാം ഇട്ടിട്ട്. പിന്നെ മോനും ഹസ്ബൻഡിനുള്ള ഡ്രസ്സ് അവർ ആമ്പിള്ളേരായതുകൊണ്ട് അവരെ ഞാൻ കണക്കിൽ കൂട്ടുന്നേ ഇല്ല. അവർക്ക് ആ സമയമാകുമ്പോൾ നമുക്ക് ഓൺലൈനിൽ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. പറ്റും ഞാൻ ഇതിൻ്റെയും കൂടെ ഫോട്ടോസ് ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പം ഞാൻ ഈ പറ്റിയ അബദ്ധങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ ഡ്രസ്സ് എടുക്കുമ്പോൾ ഇതൊന്നും പറ്റാതെ ഒന്ന് നോക്കിക്കോട്ടോ.